അമ്മൂമ്മയുടെ ചക്കര വാവകളെല്ലാം ഓടി വന്നേ. ഇന്ന് ഒരു പുതിയ കഥ പറഞ്ഞു തരട്ടെ. ഒരു കുഞ്ഞു കഥ. അങ്ങ് കെങ്ങിണിക്കാട്ടിൽ നമ്മുടെ പക്ഷികളെല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി കഴിഞ്ഞു വരികയായിരുന്നു. അവിടുത്തെ നേതാവായിരുന്നു ഈഗിൾ. ഈഗിളെന്ന് പറഞ്ഞാൽ ആരാ? കഴുകൻ. ഈഗിളിൻ്റെ സ്പെല്ലിംഗ് എന്താ? EAGLE. ഈഗിൾ, കഴുകൻ. അങ്ങനെ കഴിഞ്ഞു വരുമ്പോൾ എന്ത് ചെയ്തു? ഈ ഒരു മയിൽ മാത്രം അവരിൽ നിന്നൊക്കെ വേറിട്ട് നിന്നു. ആഹാ, എല്ലാ പക്ഷികളും പറഞ്ഞു, ഇവനെന്താ ഞങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നേ? ഇവൻ ഞങ്ങളോട് മിണ്ടുന്നൊന്നുമില്ലല്ലോ. അപ്പോൾ മയിലെന്താ പറയുന്നേ? എന്നെപ്പോലെ സുന്ദരനായ ഒരാൾ എങ്ങനെയാണ് മറ്റുള്ളവരോട് മിണ്ടുന്നത്? എനിക്ക് ഇത്ര സൗന്ദര്യം തന്നല്ലോ, എനിക്ക് ഇതിൽ പരം ഇനി ഒന്നും വേണ്ട, ഞാൻ എത്ര സുന്ദരനാണ് എന്നൊക്കെ പറഞ്ഞ് തനിച്ചിങ്ങനെ ഗമയിൽ നടക്കും. പക്ഷേ വേറെ ആരോടും മിണ്ടില്ല. ഇത് പക്ഷികളെല്ലാം പറഞ്ഞു. ഇത് നമ്മുടെ മാവിൻ്റെ മുകളിലിരുന്ന കാക്ക കേട്ടു. കാക്ക വിചാരിച്ചു, ഇവനെ ഒരു പാഠം പഠിപ്പിക്കണം. ഇവൻ്റെ അഹങ്കാരം മാറ്റിക്കൊടുക്കണം. ഇവൻ എന്ത് ചെയ്തെന്നറിയാമോ? ഒരു ദിവസം പയ്യെ നടന്ന് വന്നപ്പോൾ കാക്ക പറഞ്ഞു, ഹായ് മയിൽ, നിന്നെ കാണാൻ എന്തു സുന്ദരവനാണ്. നീ എത്ര ഭംഗിയാണ് നിന്നെ കാണാൻ. നിൻ്റെ ചിറകുകൾ വിടർത്തി ഇങ്ങനെ നൃത്തം ചെയ്യുമ്പോൾ നിന്നെപ്പോലെ സുന്ദരൻ ഈ ലോകത്തിൽ ആരുമില്ല. ഇത് മതിയായല്ലോ. നമ്മുടെ മയിലിന് കുറേ കൂടെ അഹങ്കാരമായി. ആഹാ, ഇത് തന്നെ ഞാനും പറയുന്നത്. ഞാനാണ് ഈ ലോകത്തിലെ ഏറ്റവും സുന്ദരനെന്ന്. മാത്രമല്ല, എനിക്ക് നന്നായിട്ട് നൃത്തം ചെയ്യാനും അറിയാം. ഇതിലേത് പക്ഷിക്കാണ് അങ്ങനെയൊക്കെ കഴിയുന്നത്? എന്നാലും ഒരു കാര്യം ചെയ്യാം, നമുക്ക് മറ്റുള്ള പക്ഷികളെയെല്ലാം ഞാൻ നാളെ വിളിച്ചു വരുത്താം. നീ എന്ത് ചെയ്യണമെന്ന് അറിയോ? സൂര്യൻ ഉദിച്ച് വരുന്ന സമയത്ത് നമ്മുടെ നല്ല മുകളിൽ കൂടെ പറന്ന് കാണിക്കണം. കാരണം എന്താ? എല്ലാ പക്ഷികൾക്കും നിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് അറിയില്ല. ഇന്നാളെ ഒരു പക്ഷി പറയുന്ന കേട്ടു, മയിലെന്താ ഇങ്ങനെ ഒരു ഭംഗിയുമില്ലല്ലോ എന്ന്. പക്ഷേ നിൻ്റെ ചിറകുകളിൽ സൂര്യൻ്റെ പ്രകാശം തട്ടുമ്പോൾ എന്തുമാത്രം ഭംഗിയാണെന്ന് നീ അവരെ അറിയിക്കണം. കാരണം മറ്റുള്ള പക്ഷികളെല്ലാം ആകാശത്ത് കൂടെ പറന്ന് നടക്കുന്നത് നീ കണ്ടിട്ടില്ലേ? നീയും അതുപോലെ പറന്ന് നടക്കണം. നേരെ, ശരി, ഞാൻ നാളെ വരാം. എല്ലാ പക്ഷികളെയും എൻ്റെ സൗന്ദര്യത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. മാത്രമല്ല, ബാക്കിയുള്ള പക്ഷികളും കാണട്ടെ ഞാൻ എത്രമാത്രം സുന്ദരനാണെന്നും. ശരി, നാളെ വാ. എന്നിട്ട് കാക്ക എന്ത് ചെയ്തെന്നറിയാമോ? പോയി എല്ലാ പക്ഷികളോടും പറഞ്ഞു, നാളെ നമ്മുടെ കാട്ടിലുള്ള നദിക്കരയിലേക്ക് നിങ്ങളെല്ലാവരും വരണം. എന്താ കാര്യം എന്ന് എല്ലാവരും ചോദിച്ചു. ഒരു കാര്യമുണ്ട്, നാളെ അവിടെ വന്നോളൂ എന്ന് പറയും. നേരെ ഇവരെല്ലാവരും കൂടെ എന്ത് ചെയ്യുമെന്നറിയോ? രാവിലെ കാക്ക എന്തിനാണാവോ ക്ഷണിച്ചതെന്ന് വിചാരിച്ചിട്ട് നേരെ അവിടെ പോവും. നമ്മുടെ മയിലും അവിടെ വന്നു. നമ്മളോടൊന്നും മിണ്ടാത്ത മയിലെന്തേ ഇവിടെ വന്നിരിക്കുന്നത്? പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ മയിൽ നിങ്ങൾക്ക് ഒരു അഭ്യാസം കാണിച്ചു തരുന്നതാണ്. അപ്പോൾ മയിൽ പറയും, ശരി, ഞാനിത് ആകാശത്തോടെ പറന്ന് നിങ്ങൾക്ക് എൻ്റെ സൗന്ദര്യം എത്രത്തോളം ഉണ്ടെന്ന് കാണിച്ചു തരും. ഈ സൂര്യരശ്മി എൻ്റെ മയിൽപ്പീലികളിൽ പതിക്കുമ്പോൾ എന്തുമാത്രം ഭംഗിയാണെന്നും നിങ്ങൾക്ക് കാണാം എന്ന് പറഞ്ഞിട്ട് നേരെ പറക്കാൻ തുടങ്ങി. അതിന് കൂടുതൽ ദൂരം പറക്കാൻ കഴിയുമോ? അതിൻ്റെ മയിലിൻ്റെ പീലിക്കൊക്കെ നല്ല ഭാരമല്ലേ. അപ്പോൾ അതിന് പറക്കാൻ കഴിയില്ല കൂടുതൽ ദൂരം. അതെന്ത് ചെയ്തു? ഇങ്ങനെ ചിറകുകൾ എന്നിട്ട് വിടർത്തി നന്നായിട്ട് പറന്ന് നോക്കി. നേരെ ചിറക് കുഴഞ്ഞ് താഴേക്ക് വീണു. നാണക്കേടായല്ലോ. ഞാനിപ്പോൾ എല്ലാവരെയും വെല്ലുവിളിച്ചിട്ട് എനിക്ക് പറക്കാൻ കഴിഞ്ഞില്ലല്ലോ. അപ്പോൾ കാക്ക പറഞ്ഞു, മയിലേ, നിനക്കെന്തേ പറക്കാൻ കഴിയുന്നില്ലേ? ബാക്കിയുള്ള പക്ഷികൾക്കെല്ലാം പറക്കാൻ കഴിയുമല്ലോ. നീയാണ് സുന്ദരനെന്ന് പറഞ്ഞിട്ടിരുന്നിട്ട് എന്താ കാര്യം? പറക്കാനോ
കൂടുതൽ ദൂരം പറക്കാനൊന്നും നിനക്ക് കഴിയുന്നില്ലല്ലോ. അപ്പോൾ നീ എന്ത് ചെയ്യണം? മറ്റുള്ള പക്ഷികളോട് വളരെ സ്നേഹത്തിൽ പെരുമാറണം. അപ്പോൾ നിന്നെ അവർ ബഹുമാനിക്കും എന്ന് പറയും. ശരി ശരി, എനിക്കെൻ്റെ തെറ്റ് മനസ്സിലായി. ഞാൻ ഇത്രയും ദിവസം അഹങ്കാരത്തിലായിരുന്നു. അപ്പം മറ്റുള്ള പക്ഷികളും പറയും, ആഹാ, ഈ മയിലിൻ്റെ തെറ്റ് മനസ്സിലാക്കി കൊടുക്കാൻ നമ്മുടെ കാക്കയ്ക്ക് കഴിഞ്ഞല്ലോ. നമ്മളാരും അതിനോടൊന്നും മിണ്ടിയില്ല. പക്ഷേ ഇപ്പം കാക്കയാണ് അതിൻ്റെ കുറവ് മനസ്സിലാക്കി കൊടുത്തത്. എന്നിട്ട് എല്ലാവരും എന്ത് ചെയ്തു? അതിനുശേഷം നമ്മുടെ മയിൽ എല്ലാവരോടും വളരെ സ്നേഹത്തിൽ പറയുകയും എന്നിട്ട് കാക്കയോട് ചെന്ന് പറഞ്ഞു, നീ പരിസരം വൃത്തിയാക്കുന്ന പക്ഷി എന്ന നിലയിൽ നിന്നെ എല്ലാവർക്കും ഇഷ്ടമല്ലേ? എന്നിട്ട് നേരെ തത്തമ്മയോട് പറഞ്ഞു, നിനക്ക് നന്നായിട്ട് പാട്ട് പാടാനും കഴിയും. നിൻ്റെ ചുണ്ടിനൊക്കെ എന്താ ചുവപ്പാണ്, നീയും നല്ല ഭംഗിയാണല്ലോ. തത്ത പറയും, ശരിയാണ്, നീയും നല്ല ഭംഗിയാണ്. നിനക്കും നിൻ്റേതായ കഴിവുകളുണ്ട്, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ കഴിവുകളുണ്ട്. ആരിലും നമ്മൾ കുറ്റം മാത്രം കണ്ടുപിടിക്കാൻ നിൽക്കാതെ എല്ലാവരിലെയും നന്മയും നമ്മൾ തിരിച്ചറിയണം എന്ന് നമ്മുടെ തത്തയും പറഞ്ഞു. എന്നിട്ട് നേരെ മയിലിനോട് ചെന്ന് പറഞ്ഞു, നീ മനോഹരമായി പാട്ട് പാടുമല്ലോ. നിൻ്റെ പാട്ടിനനുസരിച്ച് ഞാൻ നൃത്തം ചെയ്യാം. ശരി ശരി, നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കൂട്ടായ്മയോടുകൂടി ഈ കാട്ടിൽ കഴിയാം. അങ്ങനെ നമ്മുടെ കാക്ക നമ്മുടെ മയിലിൻ്റെ അഹങ്കാരം നശിപ്പിച്ചു. ബൈ മക്കളെ.